ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. ഇന്ന് നമുക്ക് വിഷുവായിട്ട് ഒരു മുന്തിരിക്കൊത്ത് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് മുന്തിരിക്കൊത്ത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ മുന്തിരിക്കൊത്തിന് വേണ്ടിയിട്ട് 1/4 കിലോ പയറാണ് എടുത്തിരിക്കുന്നത്. തലേന്ന് നമ്മൾ കഴുകി ഉണക്കിയെടുത്തതാണ്. നമുക്കത് നല്ലപോലെ വറുത്തെടുക്കണം. ഒരു മണം വരുന്നവരെ, കുറച്ച് കളർ ചേഞ്ച് ആവുന്നവരെ വറുത്തെടുക്കണം. നമുക്ക് വറുത്തിട്ട് കുറച്ചേ ഉള്ളതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ മിക്സി തന്നെ പൊടിച്ചെടുക്കാം. ചേഞ്ച് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിതിന് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിതിനകത്തോട്ട് തേങ്ങ വറുത്തെടുക്കാം. അരമുറി തേങ്ങയാണ്. തേങ്ങ ഒന്ന് പൊടിച്ചതിന് ശേഷം വറുത്തെടുത്താൽ എളുപ്പമായിരിക്കും. നമ്മളങ്ങനെ പൊടിച്ചിട്ടാണ് ഇപ്പോൾ വറുത്തിരിക്കുന്നത്. തേങ്ങയും ഒന്ന് ചെറിയ ചുവപ്പ് കളറാവുന്നവരെ വറുത്തെടുക്കണം. തേങ്ങയും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതും ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ഒരു ബൗളിലോട്ട് ചെറുപയർ വറുത്ത് പൊടിച്ചതും തേങ്ങ വറുത്തെടുത്തതും ഒരുമിച്ച് ചേർത്ത് ഒരുമിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്കിനി ഏലക്കാപ്പൊടിയാണ് വേണ്ടുന്നത്. അതും കൂടെ ചേർത്ത് മൂന്നും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. തേങ്ങ വറുത്തതും ചേർത്ത് ഏലക്കാപ്പൊടിയും ചേർക്കാം. ഏലക്ക പൊടിച്ചതും ചേർത്ത് നമുക്ക് മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. മുന്തിരിക്കൊത്തിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് പച്ചരിപ്പൊടിയാണ്, വറുത്ത പൊടിയല്ല. അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ശകല ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് ഇച്ചിരി ലൂസായിട്ട് കലക്കിയെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി മതി, ശകല ഉപ്പും. എന്നിട്ട് നമുക്ക് പയർ വറുത്ത പൊടിയിൽ തേങ്ങയും ചേർത്ത് നമ്മൾ ഏലക്കായും ചേർത്ത് വെച്ചിരിക്കുകയാണല്ലോ. അതിനകത്തോട്ട് ശർക്കര ഉരുക്കി അഴുക്ക് കളഞ്ഞെടുത്ത ചെറിയ ചൂടോടെ നമ്മൾ കുറച്ച് സൈഡിലായിട്ട് ഒഴിച്ച് ഉരുട്ടിയെടുക്കാം. ഒരുമിച്ചെല്ലാം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് തണുത്ത് പോയാൽ ഉരുട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് ആ ചൂട് മാറുന്നതിന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ എല്ലാം ഉരുട്ടിയെടുക്കാം. ഒരറ്റത്തോന്ന് നമ്മൾ കുറച്ച് ഒഴിച്ച് ശർക്കര പനി ഒഴിച്ച് നമുക്ക് ഉരുട്ടി എടുക്കാം. അങ്ങനെ എല്ലാം ഉരുട്ടി എടുത്ത് വയ്ക്കാം. ചെറു ചൂടോടെ വേണം നമ്മൾ ഇത് ഉരുട്ടേണ്ടത്. വീണ്ടും അത് ഉരുട്ടി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കൂടെ ശർക്കര പാനി ചേർക്കാം. അങ്ങനെ ഉരുട്ടി വയ്ക്കാം. ഒരുമിച്ച് നമുക്ക് വറുത്തെടുക്കാം. നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. നമുക്ക് ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാം. നമുക്ക് ബാക്കിയും കൂടെ ഇങ്ങനെ ശർക്കര ഒഴിച്ച് ഉണ്ട പിടിച്ച് വയ്ക്കാം. നമ്മളിങ്ങനെ മാവെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. കോട്ടിങ്ങിനുള്ള മാവും കലക്കി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ഉരുട്ടി വറുത്തെടുക്കാം. ഇങ്ങനെയെല്ലാം നമുക്ക് വറുത്തെടുക്കാം. ഒരു 4 എണ്ണം ഇട്ടിട്ട് വറുത്തെടുക്കാം. നമ്മൾ ഉണ്ട പിടിച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ചെറിയ ചൂടോടെയാണല്ലോ നമ്മൾ ഉണ്ട പിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് മാവി മുക്കി വറുത്തെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് അങ്ങനെ എല്ലാം മുന്തിരിക്കൊത്തും വറുത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10-20 എണ്ണം ഉണ്ടാവും. 1/4 കിലോ ചെറുപയറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമാണ്.
നമ്മൾ വെളിച്ചെണ്ണയിലാണ് വറുത്തിരിക്കുന്നത്. എന്നാലും ഒരു 10 ദിവസം വരെ ഒരു കനപ്പൊന്നും ഇല്ലാതെ ഇരിക്കും. നമ്മൾ കുറച്ച് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയാവും. അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. മുന്തിരിക്കുത്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.